കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്ന് എന്താണ് ആ ശ്രീലകത്ത് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്? ഭക്തരെ കാണാനായിട്ട് ഏത് രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത് എന്നറിയാനുള്ള ആ ആകാംക്ഷയുമായിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് പോവാം. ആദ്യം തന്നെ ആ വലത് അവിടുന്ന് കിഴക്കേ നടയിലുള്ള വലിയ ഗണപതി അമ്പലത്തിൽ പോയിട്ട് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വരാം. അങ്ങനെ അവിടുന്ന് വന്ന് ക്ഷേത്ര ഗോപുര വാതിലിലൂടെ നമുക്കകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ വന്ന് ഗുരുവായൂരപ്പൻ്റെ വാതിൽ മാടത്തിൻ്റെ അവിടെ വന്നിട്ട് ആ പടിയിലേക്ക് കയറാം. ആ പടിയിലേക്ക് കയറുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ആ പ്രകാശം നമ്മളിലേക്ക് എത്തും. നമ്മളെ കണ്ണുകളിലേക്ക് ആ ഗുരുവായൂരപ്പൻ്റെ പ്രകാശം എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് നമ്മളെ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയ ആ സ്ഥലം കാണാം. അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ടൊന്ന് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതുവശത്തേക്ക് നോക്കിയാൽ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് കാണാം. ആ തൂണൊന്ന് തൊട്ട് നമസ്കരിക്കാം. അങ്ങനെ വലതേ സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ ശ്രീലകത്തെ വെളിച്ചം അങ്ങനെ കൂടുതൽ ധൃതയോടെ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കാലുമ്മിലൊക്കെ കാൽത്തടകളൊക്കെ ഇട്ട് കൈവിളക്കുകളും ഒക്കെ ഒന്ന് അണിഞ്ഞ് ഇന്ന് വളരെ വിപുലമായ രീതിയിലുള്ള അലങ്കാരമാണ്. ഇന്ന് പാർത്ഥസാരഥി ആയിട്ടാണ് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, എത്ര മനോഹരാണെന്നറിയോ. മഞ്ഞപ്പട്ടിങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് നല്ല അരയിൽ കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുള്ള ആ നിൽപ്പാണ്. വലത് കൈയിൽ ചെമ്മട്ടി, അതായത് ചാട്ട, അതുപോലെ ഇടത് കൈയിൽ പാഞ്ചജന്യം. ചെമ്മട്ടിയോടു വലത്തുകൈയിൽ, പിന്നെ പറയേണ്ടത് ചെമ്മേ കടിഞ്ഞാണ് ഇടത്തുകൈയിൽ എന്നാ. പക്ഷെ ഇവിടെ മാറ്റം വന്നു. ഇവിടെ ഇടത്തെ കൈയിൽ ആ പാഞ്ചജന്യാണ് കേട്ടോ. പാഞ്ചജന്യം ശംഖാണ് പിടിച്ചു നിൽക്കുന്നത്. ശംഖ് വിളിക്കാനുള്ള, എനിക്ക് തോന്നുന്നു യുദ്ധത്തിൻ്റെ സമയമായിരുന്നോ എന്ന് സംശയം. എന്തായാലും ആ പാഞ്ചജന്യം വിളിക്കാനുള്ള ആ ചുണ്ടോടടുപ്പിച്ച് നിൽക്കുകയാണ്. മൃദുമന്ദസ്മിതത്തോടു കൂടിയ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കൃഷ്ണരൂപത്തെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ആ കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. പാഞ്ചജന്യം വിളിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ നിൽക്കുന്നത്. ശ്രീലകത്ത് ധാരാളം മാലകളൊക്കെ ഉണ്ട്. നല്ല സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ മാറത്ത് നല്ല മുത്തുമാലയുണ്ട്, വളയം പോലത്തെ മാല ഉണ്ട്. ഇന്ന് സ്വർണ്ണമൊക്കെ നന്നായിട്ട് അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് കൂടാതെ ഒരു മഞ്ഞ, അതായത് വെള്ള കളറും ചുവന്ന കളറുമുള്ള പൂക്കൾ കൊണ്ടുള്ള അലങ്കാര മാല ഉണ്ട്. അതേപോലെ 2 തിരുമുടി മാലകളുണ്ട്, 2 ഉണ്ടമാലയുണ്ട്. കഴുത്തിൽ വലിയ ഉണ്ടമാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ആ മന്ദസ്മിതത്തോടു കൂടി നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ശംഖ് വിളിക്കാനുള്ള ആ ചുണ്ടോടടുപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാവം, അങ്ങനത്തെ ഭാവത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കളഭം കൊണ്ടുള്ള അലങ്കാരത്തിൽ നിൽക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. വളരെ മനോഹരമായിട്ട് അത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുക. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പാർത്ഥസാരഥി രൂപത്തെ, ആ പാഞ്ചജന്യം പിടിച്ചിരിക്കുന്ന, ചമ്മട്ടിയൊക്കെ പിടിച്ചിരിക്കുന്ന പാർത്ഥസാരഥി രൂപത്തെ നോക്കി വണങ്ങുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി നമുക്ക് നേരെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങാം. ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരിലേക്കും എത്തട്ടെ. അങ്ങനെ
അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഗണപതി ഹോമവും അതുപോലെ നിവേദ്യമൊക്കെ തയ്യാറാക്കുന്ന തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് തൊഴാം. അതേപോലെ സപ്തമാതാക്കളെ ബലി തൂകുന്ന ബലിക്കല്ല് കാണാം. സപ്തമാതാക്കളെ നോക്കി തൊഴാം. അതേ കഴിഞ്ഞ് വിഘ്നേശ്വരൻ്റെ അവിടേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അവിടെ വന്നിട്ട് വിഘ്നേശ്വരനൊക്കെ നിറയെ മാലകളൊക്കെ ഇട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, ഗോളക ഇറക്കിയിട്ടുണ്ട്. വളരെ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അവിടെ നിന്ന് ഏത്തൊക്കെട്ട് അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കിയാൽ സരസ്വതി ദേവി തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ള വലിയ ഉണ്ടമാല ഉണ്ട്. അതേപോലെ ഒരു മുല്ല മാലയുണ്ട്, ചാർത്തിയിട്ടുണ്ട് ഫോട്ടോയിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നേരെ ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിയുടെ വിഗ്രഹം വീണ്ടും കാണാം. അങ്ങനെ കണ്ട് അവിടെ നിന്നൊക്കെ തൊഴുത് ഇറങ്ങി പിന്നെ ദശാവതാര രൂപങ്ങളായ മത്സ്യകൂർമ്മ, വരാഹം, നരസിംഹം വരാതെ മേൽശാന്തിയുടെ അവിടെ എത്തുന്നതിൻ്റെ അവിടെ ഉണ്ട്. അവിടെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് പോരാം. അങ്ങനെ മേൽശാന്തിയുടെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് അനന്തപത്മനാഭസ്വാമിയുടെ അവിടെയും കണ്ട് തൊഴാം. അവിടെ ഇത് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് അലങ്കരിക്കണം. ആ ലക്ഷ്മി വിളക്കിലൊക്കെ നിറയെ നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ടുള്ള പ്രകാശം ഇങ്ങനെ കാണാനുണ്ട്. അവിടെയും തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് നമസ്കരിക്കാം. മുൻവശത്ത് പറയാൻ കഴിയാത്തതൊക്കെ പിൻവശത്ത് പറയാം. സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകൾ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ ബലരാമനും രാമനും അങ്ങനെ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. കുറച്ചും കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ ടേണെത്താറാവുമ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹം കാണാം. ആ തുളസിമാലയൊക്കെ ധരിച്ചിട്ടുണ്ട് ധാരാളം. അത് കഴിഞ്ഞ് മുരുകനെ കണ്ട് വണങ്ങാം. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അവിടെയൊക്കെ നിറയെ സിന്ദൂരമൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് തൊടാം. അങ്ങനെ തൊട്ട് രാധാകൃഷ്ണ വിഗ്രഹവും വസുദേവ വിഗ്രഹമൊക്കെ കണ്ടിങ്ങനെ തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടന്ന നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ആ പെയിൻറ്റിങ് ആണെങ്കിൽ കൂടി അതിനൊരു പ്രത്യേകതയാണല്ലോ, ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ കണ്ണൻ ശ്രീലകത്തേക്ക് ഓടിക്കയറിയ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് അതേപോലെ മണിക്കിണർ നോക്കി കാണാം. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്ന് വരുമ്പോൾ നൃത്താരയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി അവിടെ നിന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച ആ വിളക്കിങ്ങനെ കാണാം. വിളക്കത്തിൻ്റെ പ്രകാശത്തിൽ നമുക്കിങ്ങനെ കാണാം. അങ്ങനെ കണ്ട് അങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ കുറൂരമേനയും നന്ദഗോപരെയും ഒക്കെ ഇങ്ങനെ കണ്ടുവരാം. അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പ്രസാദവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ ഇനി നമുക്ക് അമ്മയെ കാണാൻ പോവാം. ഇടത്തരികത്തുകാവിലെ അമ്മയെ കണ്ട് തൊഴാം. ഇടത്തരികത്തുകാവിലെ അമ്മയുടെ അവിടേക്ക് ഇങ്ങനെ വന്ന് കുറച്ചൊക്കെ തിരക്കുണ്ട്, അതിലൂടെ ഇങ്ങനെ വരിക. വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ എന്താ പറയുക സൗന്ദര്യവതിയായിട്ട് തന്നെയാണെന്ന് അമ്മ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭക്തരെ കാണാനായിട്ട് ഇരിക്കുന്നത്. ആ ചന്ദനം ഒക്കെ ചാർത്തിയിട്ടുണ്ട്, ഗോളകയൊക്കെ നിറയെ ഇതായിട്ടുണ്ട്. വളരെ നല്ല രസമായിട്ടുള്ള ആ ഒരു ഇതാണ്. നല്ല പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് ഭക്തരെ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് അതിനപ്പുറം വേറെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഇന്ന് മമ്മിയൂര് ദേശവിളക്കാണ്. മമ്മിയൂരപ്പൻ്റെ അമ്പലത്തിൽ വിളക്കാണ്, അയ്യപ്പൻ വിളക്കാണ്. വളരെ കേമാണ്. പ്രസാദകൂട്ട്, ഗംഭീര പ്രസാദകൂട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് തൊഴാം. അടുത്തുള്ള ആളുകളൊക്കെ അവിടെയാണ്. ഒരുപാട് ആളുകളുണ്ട്. വരുന്ന ആളുകളും ഇന്ന് വരുമ്പോൾ അയ്യപ്പൻ്റെ ആ വിളക്ക് കാണാൻ മമ്മിയൂർ പോവാം. അപ്പോൾ ദേവി ഇന്നിപ്പോൾ അങ്ങോട്ടും പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്തായാലും ഇവിടെ ഉണ്ട്, ആളിവിടെ ഉണ്ട്. അപ്പോൾ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ
സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് വന്ന് മമ്മിയൂരപ്പൻ്റെ അവിടേക്ക് നോക്കിയിട്ടൊന്ന് നമഃശിവായ 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 എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം കൊടിമരം നോക്കി കാണാം. കൊടിമരത്തിൻ്റെ അതിലൂടെ ഒന്നും കൂടി വന്നാൽ നമുക്ക് വീണ്ടും നമ്മുടെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിയുടെ രൂപം, ആ പാർത്ഥസാരഥിയായിട്ടുള്ള രൂപം, പാഞ്ചജന്യം പിടിച്ച് ഊതി നിൽക്കുന്ന ആ കാഹളം മുഴക്കുന്ന ആ കൃഷ്ണൻ്റെ രൂപം മനസ്സിലേക്ക് ഇങ്ങനെ വാഹിക്കുക. എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ അവിടുന്ന് ആ കൊടിമരത്തിൻ്റെ ഇടത്തെ സൈഡിലൊന്ന് നമസ്കരിക്കുക. നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് പോരുക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി പ്രണമിക്കുക. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെ തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെ ഒന്ന് പ്രണമിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് അയ്യപ്പനതാ നല്ല ആ വെളുത്ത പാവുമുണ്ട് പോലത്തെ മുണ്ടൊക്കെ അങ്ങനെ ഉടുത്ത് ഞൊറിഞ്ഞുകൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. ആ മാലയും പൊന്നിൻ്റെ ഗോപി തിലകങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇരുത്താണ്. അങ്ങനെ ഇരുന്നു നീല പട്ടുമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ കണ്ട് തൊഴുതു. ഇനി നമുക്കൊന്ന് പ്രദക്ഷിണമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പടിഞ്ഞാറ നടയിലേക്ക് വരാം. പടിഞ്ഞാറ നട എത്തിയിട്ട് കൊടിമരവും കാണാം. കൊടിമരത്തിലെ ബാലഗോപാലിനെയും കാണാം. അതേപോലെ ദീപസ്തംഭത്തിലെ ബാലഗോപാലിനെയും കണ്ട് വേണുഗോപാലിനെയും കണ്ട് തൊഴുത്. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ, ഗുരുവായൂരിലെ ഉച്ചപൂജ കണ്ടു തൊഴുതു എന്നുള്ള ആ ഒരു തൃപ്തിയോടെ എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ തൊഴുതു എന്നുള്ളത് മനസ്സിലേക്ക് സങ്കല്പിക്കുക. ഗുരുവായൂരപ്പനെ വിളിക്കുക, നാരായണ നാരായണ എന്ന് വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ജാമിളന് മോക്ഷം കൊടുത്തത് ആ നാരായണ എന്നുള്ള സ്വന്തം മകൻ്റെ പേര് നാരായണനായ കാരണം നാരായണ എന്നുള്ള ഒരു വിളിയിലാണ് ആ ജാമിളന് മോക്ഷം കിട്ടിയത്. അപ്പോൾ അത് അത്രയും എന്താ പറയുക, ഫലവത്തായ ആ ഒരു വാക്കാണ് നാരായണ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ നാരായണ നാരായണ എന്ന് വിളിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.